ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്, പിന്നെ ശർക്കര, തേങ്ങാപ്പാല്, കാഷ്യൂനട്ട്, മുന്തിരി ഇതെല്ലാമാണ്. തേങ്ങാപ്പാൽ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ പായസം റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. ആദ്യം തന്നെ കുക്കർ വെച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് അതിലേക്ക് ഇട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഗോതമ്പെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് 1-ാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഓണത്തിന് പായസം എല്ലാം ഉണ്ടാക്കി കാണുമല്ലോ. ഇത്തവണ ഓണത്തിന് ഞങ്ങൾ ഈ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങൾ ഉണ്ടാക്കിയ പായസം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.